ചുമ്മാ വായി നോക്കി നടന്നപ്പോൾ അതാ. ഓ കൊള്ളാലോ, നല്ലൊരു കോട്ട. നമുക്കെങ്കിൽ അങ്ങോട്ട് പോവാം. ജർമ്മനി പലപ്പോഴും ഭയങ്കര മിസ്റ്റീരിയസ് ആണ്. ഇങ്ങോട്ട് തന്നെ ആയിരിക്കും കോട്ടയിൽ പോകുന്നത്. തമ്പുരാനറിയോ, ഗൂഗിൾ മാപ്പ് ഒന്നുമില്ലാതെ കോട്ടയുടെ മുകളിൽ നോക്കി പോകുന്ന ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും. നോക്കാം, എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരാമായിരിക്കുമല്ലോ. നമുക്ക് അവിടെ നിന്ന് പക കണ്ടുപിടിക്കാം. ഈ റോഡ് അങ്ങ് അറ്റം ചെന്നാൽ ആരെങ്കിലും വീട്ടിൻ്റെ ഗേറ്റാണോ എന്തോ. എന്താ ഒരു രസം. പക്ഷെ കോട്ട മുകളിലുണ്ട് കേട്ടോ. ആൾക്കാരെ വീട്ടിൽ കയറി ചെന്ന് അടി മേടിക്കാൻ പോകുന്ന സന്തോഷം കണ്ടു നിങ്ങൾ? എന്താ രസമല്ലേ, ഇതൊക്കെയല്ലേ ഒരു ത്രില്ല്. നോക്കൂ, അങ്ങനെ നടന്ന് ഇതുവരെ എത്തി. ഇതിൻ്റെ മുകളിൽ എങ്ങനെ കയറി? ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടെ മുകളിൽ കയറാനാണ്. അത് വേറെ വഴിയുണ്ടോ? നോക്കട്ടെ കേസ്, തപ്പി കണ്ടുപിടിക്കാം. അങ്ങനെ എൻ്റെ കോട്ട അന്വേഷിച്ചുള്ള യാത്രയിൽ എവിടെയൊക്കെ എത്തി ഗൈസ്, എനിക്കറിയത്തില്ല. എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് ഒന്നും ചോദിക്കരുത്. ഐ ഡോണ്ട് നോ. പക്ഷേ എവിടെയൊക്കെ എത്തി കേട്ടോ. കോട്ടയുടെ അറ്റവും മൂലയൊക്കെ കാണുന്നുണ്ട്. ഇനി ഇത് കോട്ടയുടെ ഏത് ഭാഗമാണ്, എന്താണ്, എങ്ങനെയാണ് ഒരു ഐഡിയ ഇല്ല. ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും കാണുന്നില്ലെന്നാണ് അതിലും വലിയ സത്യം. പക്ഷെ ഒരു രസവും ഇല്ല കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി സ്ഥലം. അങ്ങനെ വീണ്ടും ഞാൻ റിസ്ക്കൊക്കെ എടുത്ത് മുകളിലോട്ട് കയറി പോവുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം. ഹൊയ്യ ഹൊയ്യ ഹൊയ്യാരെ ഹൊയ്യാരെ ഹൊയ് ഹൊയ് ഹൊയ്. ഇനിയും കുറേ ഉണ്ടെന്ന് തോന്നുന്നു. നടന്ന് ഏതൊക്കെയോ മൂലയിലൊക്കെ എത്തി. അയ്യോ, കുത്തിനെ കിടക്കുക. ഹലോ ഗേസ്, അയ്യോ പണി പാളി. ഏതാ വീട്ടിലാണല്ലോ ഞാൻ കയറി പോകുന്നത്. കോട്ടയുടെ അല്ലേ? ഇല്ല ഗേസ്, വീടല്ല. അല്ല, വീട് തന്നെയാണ്. പക്ഷേ ഇവിടെ അറ്റം ഒരു റോഡുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് എങ്ങനെ കയറി പോവും? അയ്യോ, ഫൈനലി ഞാൻ കണ്ടുപിടിച്ചു ഗെയ്സ്. അങ്ങനെ കോട്ട എവിടെയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. ഹലോ ഗെയ്സ്, ഞാനങ്ങനെ കണ്ടുപിടിച്ചു നമ്മുടെ നാട്ടിലെ പെട്ടി ഓട്ടോ. എൻ്റെ പിന്നെ ഇവിടെ ഓട്ടോയൊക്കെ ഉണ്ടോ? പക്ഷെ നമ്മുടെ ഓട്ടോയിൽ അത്ര ഇല്ല കേട്ടോ. അതിനെക്കാട്ടി വലുപ്പമൊക്കെ കുറവാണ്. മുയ്യനാണ് ഓട്ടോ ഓടിക്കുന്നത്. അടിപൊളി.